അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. കേരള പാഠാവലി യൂണിറ്റ് 2 അധ്യായം 2 പാടി വീടാത്ത കടങ്ങൾ. ഈ യൂണിറ്റിൽ മലയാളത്തിന്റെ പ്രശസ്ത ഗായകനായ ഗാനഗന്ധർവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന KJ യേശുദാസുമായി അനീഷ് നായർ നടത്തിയ അഭിമുഖമാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. അഭിമുഖത്തിന്റെ പൂർണ്ണമായ രൂപമല്ല, കുറച്ച് ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഈ അധ്യായം ഒന്ന് വായിച്ച് വിശകലനം ചെയ്ത് പോകാം. ഇതൊരു അഭിമുഖം ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പ്രാധാന്യം നൽകാനുള്ളത് യേശുദാസ് എന്ന വ്യക്തിയുടെ ജീവിത അനുഭവങ്ങൾക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശത്തിനുമാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ ആമുഖമായി 2 വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ? അതൊരു യാത്രയാണ്, കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരന്റെ ജീവിതയാത്ര. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ എന്ന്. ഏതൊരു കലാകാരനാണെങ്കിലും, ഗായകനായിക്കൊള്ളട്ടെ, നർത്തകനായിക്കൊള്ളട്ടെ, അഭിനേതാവായിക്കൊള്ളട്ടെ, ആദ്യമേ അവർക്ക് പ്രധാനപ്പെട്ട റോളുകളിലേക്കോ അല്ലെങ്കിൽ പ്രധാന സ്ഥാനത്തേക്കോ ചെന്നെത്താൻ കഴിയുകയില്ല. അതിന് ദീർഘനാളത്തെ കാത്തിരിപ്പും പരിശ്രമവും അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതൊരു യാത്രയാണ്. എങ്ങനെയുള്ള യാത്രയാണ്? നിരന്തരമായ അഭ്യാസം കൊണ്ട്, നിരന്തരമായ കഠിന പ്രയത്നം കൊണ്ട് എല്ലാം സമ്പൂർണമായ ഒരു യാത്ര. കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരന്റെ ജീവിതയാത്ര. ഇനി എല്ലാ കലാകാരന്മാരുടെയും ജീവിതം വിജയകരമായ യാത്രയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഭാഗ്യം തുണച്ചിട്ടുള്ള, കൃത്യമായി അധ്വാനിക്കുന്ന കലാകാരന്മാരുടെ ജീവിതയാത്രയാണ് വിജയകരമായിട്ടുള്ളത്. വഴിയിൽ വീണുപോയിട്ടുള്ളവരും പരാജയപ്പെട്ടവരുമായി ഒരുപാട് പേർ ഉണ്ടാകാം. പക്ഷേ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഈ കലാകാരൻ തൻ്റെ മേഖലയിൽ വരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം നേടിയ ആളാണ്. മലയാളത്തിന്റെ ഗാനഗന്ധർവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്നു? അഭൗമമായ ഒരു ശബ്ദം. എന്താണത്? ഭൂമിയിലെങ്ങും മറ്റാരുമായും തുലനം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ സവിശേഷമായ ശബ്ദമുള്ളയാളാണ് യേശുദാസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗന്ധർവ ഗായകൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് കുറിച്ചിട്ടിരിക്കുന്ന 4 വരികളാണ് ഇത്. ഇതിന്റെ അർത്ഥം ജാതി, മതം എന്നിവയെക്കുറിച്ചുള്ള ഭേദമില്ലാതെ, അവ കൊണ്ടുണ്ടാകുന്ന പരസ്പര വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ എല്ലാ മനുഷ്യരും സോദരത്വേന എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പോലെ വാഴുന്ന, ജീവിക്കുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. എന്താണ്? എല്ലാവർക്കും മാതൃകയാക്കാവുന്ന, ജാതിമത ഭേദങ്ങളില്ലാത്ത മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരിടമാണ് ഇത്. അദ്ദേഹം അരുവിപ്പുറത്താണ് ഈ വരികൾ കുറിച്ചിട്ടുള്ളത് എങ്കിലും ഇവിടെ നാം കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ എന്നുള്ള പൊതുവായ ഒരു അർത്ഥം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വരികളാണ് KJ യേശുദാസ് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി ആലപിച്ചത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. സത്ത എന്നാൽ അർത്ഥം. ഈ വരികൾ തന്നെ അദ്ദേഹം പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ഇതുപോലെ മഹത്തരമായ ഒരു ജീവിതം ജീവിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്കു വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് MB ശ്രീനിവാസനാണ്. അപ്പോൾ യേശുദാസിനെ കൊണ്ട് ആദ്യമായി സിനിമയിൽ പാട്ടുപാടിച്ച സംഗീത സംവിധായകന്റെ പേരെന്താണ്? MB ശ്രീനിവാസൻ. സിനിമയുടെ പേര് കൂടി ഓർക്കുക, കാൽപ്പാടുകൾ. അത് സംവിധാനം ചെയ്തത് KS ആന്റണി. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗ പിറവി. ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠന തിരക്കിലാണ് യേശുദാസ്. ആദ്യ പാട്ടിന്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണ് ഇത്. അപ്പോ ഇത്ര വയസ്സായിട്ടും അദ്ദേഹം എന്നും എന്ത് ചെയ്യുന്നു? പാട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, സംഗീത പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്നുള്ളതല്ല, താൻ അഭ്യസിച്ചിട്ടുള്ള സംഗീതത്തെ നിത്യവും അഭ്യാസം ചെയ്ത് 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 അതിനെ വീണ്ടും വീണ്ടും മിനുക്കിയെടുക്കുന്ന ഒരു പണിയാലയിലാണ് അദ്ദേഹം.
ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോഴും സംഗീതമാകുന്ന സാഗരത്തിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന കുട്ടിയാണ്. എന്ന് വെച്ചാൽ താൻ അറിഞ്ഞ സംഗീതം വളരെ കുറവാണ്. ഇനിയും ഏറെ സംഗീതത്തെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണം കൂടിയാണത്. താൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊരു വിശ്വാസം ഉണ്ടായാൽ പഠിക്കാനുള്ള താല്പര്യം കുറയുകയും അഹങ്കാരം വന്നു ചേരുകയും ചെയ്യും. എന്നാൽ യേശുദാസ് ഇന്നും താൻ അഭ്യസിച്ചിട്ടുള്ള വിദ്യ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വിനയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യമായി പാടിയ ആ പാട്ടിനെ കുറിച്ച് നൽകിയ അഭിമുഖമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത്. ചോദ്യം: ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം.ബി. ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്ത പി നായർക്കൊപ്പം പാടിയത്. പക്ഷേ ആ സിനിമ ഇറങ്ങാൻ 1 വർഷത്തോളം വൈകി. അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു. എന്റെ അപ്പച്ചന്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത്. കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് എന്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത്. പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. അപ്പോൾ യേശുദാസ് ആദ്യമായി പാടിയത് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ആ സിനിമ കഴിഞ്ഞിട്ട്, ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞാണത് തിയേറ്ററുകളിൽ എത്തുക. അത്രയും സമയം, ഒരുപാട് സമയം എടുത്തതിനാൽ ആ സിനിമയുടെ പ്രദർശനം വൈകുകയുണ്ടായി. ആ സമയം കൊണ്ട് അദ്ദേഹം വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലും പാടുകയുണ്ടായി. അതിന്റെ ടൈറ്റിൽ സോങ് ആണ് പാടിയത്. പക്ഷേ അദ്ദേഹം പാടുന്നതിന് മുൻപ് തന്നെ ആ സിനിമയുടെ ടൈറ്റിൽസ് എല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു. നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുൻപ് എഴുതി കാണിക്കുന്ന കുറേ ടൈറ്റിലുകളില്ലേ, അതിൽ ഗായകരുടെ പേരും ഉണ്ടായിരിക്കും. പക്ഷേ യേശുദാസ് വേലുത്തമ്പി ദളവയുടെ എല്ലാ അണിയറ പ്രവർത്തനങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ടൈറ്റിൽ സോങ് പാടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ആദ്യമായി തിയേറ്ററിൽ അല്ലെങ്കിൽ റേഡിയോയിലൂടെയും മറ്റുമൊക്കെ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാ പാട്ട് എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയിലെ ഗാനമാണ്. ചോദ്യം: തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നോ? അപ്പോൾ യേശുദാസ് മറുപടി പറയുകയാണ്: കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെ ആയിരുന്നു പഠനം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന് സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മകൻ പാടുന്നയാളുമാണ്. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും മകന് വേണ്ടി ശുപാർശ ചെയ്തില്ല. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ശുപാർശ. നമ്മളൊക്കെ സാധാരണയായി ശുപാർശ എന്നാണ് പറയാറല്ലേ, ആ വാക്ക് തെറ്റാണേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. വരുമാനമൊന്നുമില്ല, ഒപ്പം വരാനും കഴിയില്ല. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത്. തങ്ങളുടെ ബാപ്പ തെക്കാവു തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ യേശുദാസിനൊപ്പം മദ്രാസിലേക്ക് പോകാനൊന്നും അന്ന് അപ്പച്ചന് കഴിയുമായിരുന്നില്ല. കാശുമില്ല, ആരോഗ്യവുമില്ല. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നത് അപ്പച്ചന്റെ സുഹൃത്തായിട്ടുള്ള തൈക്കാവ് തങ്ങളുടെ മകനാണ്. അങ്ങനെ അവരിരുവരും കൂടി മറ്റൊരാളുടെ, മത്തായി എന്ന് പറയുന്ന ഒരാളുടെ ടാക്സി കാറ് പിടിച്ച് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോയി. അവിടെ നിന്നാണ് ട്രെയിൻ കയറാനുള്ളത്. കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ. കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത്. അപ്പോൾ
അത്രയും നേരം അവർ സംസാരിക്കുന്നത് മത്തായി ചേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാരാബ്ധമൊക്കെ അദ്ദേഹം അറിഞ്ഞു. കാഴ്ചയിൽ ഒരു പരികനായിരുന്നുവെങ്കിലും ഈ കഷ്ടപ്പാടുകളെല്ലാം കേട്ടിട്ട് മത്തായി ചേട്ടൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 16 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതരുത് ഇത്ര നിസ്സാരം ഒരു തുകയല്ലേ എന്ന്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള 10-60 വർഷം മുൻപുള്ള കഥയാണ് പറയുന്നത്. അന്ന് 16 രൂപയ്ക്ക് ഇന്നത്തെ 10,000ങ്ങളുടെ വിലയുള്ള സമയമാണ് എന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 16 രൂപ, അത് വലിയൊരു തുക തന്നെയാണ്, അദ്ദേഹം എടുത്ത് യേശുദാസിന് കൊടുത്തു. ഇത്രയും ദരിദ്രനായിട്ടുള്ള കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരാൾ ഒരിക്കലും ആ തുക തിരിച്ചു നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല മത്തായി ചേട്ടൻ അത് കൊടുത്തത്. ഒരു പാട്ടുകാരനായ അദ്ദേഹം മദ്രാസിൽ പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടു കൊള്ളട്ടെ എന്നുള്ള സഹാനുഭൂതിയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. 11 രൂപയായിരുന്നു ടിക്കറ്റിനെന്നാണ് ഓർമ്മ. എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല. മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ചടഞ്ഞുകൂടി. മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു. മൈലാപ്പൂരിൽ ഒരു അമ്മാവന്റെ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ ഒറ്റയ്ക്ക് മുഷിഞ്ഞ് അവിടം വരെ യാത്ര ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് മൈലാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അമ്മാവനുണ്ട്. അമ്മാവന്റെ കൂടെയായിരുന്നു താമസം. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത്. ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിന്റെ ദിവസങ്ങൾ. ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കേണ്ടതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ സാർ 4 വരി പാടിച്ചത്. അപ്പോൾ അദ്ദേഹം മദ്രാസിലെത്തി. പക്ഷെ പാട്ട് പാടാൻ പോകാൻ കഴിഞ്ഞില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന് പനി പിടിച്ചു. പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവസരം തേടി അലഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നിയാണ് MB ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നത്. 4 വരി, നമ്മൾ ആദ്യം പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ 4 വരിയാണ് അദ്ദേഹം പാടാനായി പോയത്. ശ്രീനാരായണ ഗുരുവിന്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പഠിച്ചു പാടാനായി. റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് MBS തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് 10 വർഷം കഴിഞ്ഞു പറയാം എന്നായിരുന്നു. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? 10 വർഷം കഴിഞ്ഞു പറയാം എന്ന് പറയുമ്പോൾ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പോൾ പാടിയ ആളിന്, യേശുദാസിന്റെ ശബ്ദത്തിന് ഒരു ഭാവിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് കുറഞ്ഞത് 10 വർഷക്കാലമെങ്കിലും അദ്ദേഹം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കും, ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള അദ്ദേഹം, കോടീശ്വര റാവു, MB ശ്രീനിവാസനോട് പറയുന്നത് 10 വർഷം കഴിഞ്ഞ് പറയാം എങ്ങനെയുണ്ടെന്ന്. എന്ന് വെച്ചാൽ തീർച്ചയായും ഈ ഗായകന് വളർച്ചയുണ്ടാകും. പക്ഷെ എത്രത്തോളം വളർച്ച ഉണ്ടാകുമെന്ന് 10 വർഷം കഴിഞ്ഞാലേ അറിയൂ, അന്ന് പറയാമെന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ 800 രൂപ തന്ന് സഹായിച്ചത് P ഭാസ്കരൻ മാഷാണ്. മത്തായി 16 രൂപ തന്നതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. അപ്പച്ചന്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല. പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട്. പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനം. അപ്പോൾ എന്താണ് പറയുന്നത്? ഇദ്ദേഹത്തിന്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് ആ ആശുപത്രിയിൽ, അദ്ദേഹം ഏത് ആശുപത്രിയിൽ കിടന്നാണോ മരിച്ചത്, അവിടെ ഒരുപാട് ബില്ല് കൊടുക്കാനുണ്ടായിരുന്നു. അതിന് ആവശ്യമായ പണം അദ്ദേഹത്തിന്റെയോ അമ്മയുടെയോ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പണം അവസാനം സമാഹരിച്ചത്. എവിടെ നിന്നാണ് കിട്ടിയത്? P ഭാസ്കരൻ മാഷാണ് 800 രൂപ കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചത്. ആ ഒരു ദുർഘട സന്ധിയോടുകൂടി പണം മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അതിനെന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നും മൂല്യമുണ്ടെന്നുമൊക്കെ യേശുദാസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനാവശ്യമായി ഒരു പണവും ജീവിതത്തിൽ ചെലവഴിച്ചിട്ടില്ല. ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് വളരെ ചെറുപ്പം മുതലേ പണം അല്ലെങ്കിൽ സമ്പത്ത് എത്രത്തോളം മൂല്യമുള്ളതാണ് എന്നും അത് അനാവശ്യമായി ചിലവഴിക്കാനുള്ളതല്ല, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ് എന്നുമൊക്കെ നിങ്ങൾക്ക് സന്ദേശം തരുന്ന ഒരു ഭാഗം കൂടിയാണിത് കേട്ടോ. അപ്പോൾ മത്തായി ആകട്ടെ, P ഭാസ്കരൻ മാഷാകട്ടെ യേശുദാസിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരം സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്. ഈ 2 കടങ്ങളും അദ്ദേഹത്തിന് ഈ 2 വ്യക്തികളോടും വലിയ കടപ്പാടുകൾ ഉണ്ടാവാൻ കാരണമായി തീർന്നു.
അപ്പച്ചന്റെ ഇത്ര ദാരുണമായിട്ടുള്ള ഒരു ജീവിതാന്ത്യം യേശുദാസിന്റെ അകക്കണ്ണ് തുറപ്പിച്ചു. എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയത്? കയ്യിൽ കിട്ടുന്ന പൈസ അനാവശ്യമായി ചിലവഴിക്കാൻ പാടുള്ളതല്ല, അത് സൂക്ഷിച്ചു വെക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ജോലികൾക്ക് കൃത്യമായി പ്രതിഫലം ചോദിച്ചു വാങ്ങിയിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ നിങ്ങളാകട്ടെ വളർന്ന് വലുതായി വലിയ ഉദ്യോഗസ്ഥരായി കഴിയുന്ന ഒരവസരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് കൃത്യമായി പ്രതിഫലം ചോദിച്ചു വാങ്ങുക. നിങ്ങളെ ആശ്രയിച്ചാണ് ഏതെങ്കിലും ഒരാൾ ജോലി ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് അയാൾ അർഹിക്കുന്ന പ്രതിഫലം ചെയ്ത ജോലിക്ക് അനുഗുണമായി തന്നെ നൽകുക. അത് രണ്ടും വളരെ ആശാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഒരു വലിയ ഗുണം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ അനുഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. എന്നാൽ എല്ലായ്പ്പോഴും അദ്ദേഹം പ്രതിഫലം വാങ്ങാറുമില്ല. ചില സംഗീത സദസ്സുകളിലും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സംഗീത വേദികളിലുമൊക്കെ അദ്ദേഹം പ്രതിഫലമില്ലാതെയും തൃപ്തിക്ക് വേണ്ടി പാടാറുണ്ട്. അവിടെ അദ്ദേഹം നോക്കുന്നത് പണത്തിൻ്റെ ലാഭമല്ല, മറിച്ച് മനസ്സിൻ്റെ സംതൃപ്തിയാണ്. അഭിമുഖം യേശുദാസ്, അനീഷ് നായർ. ഇതിനെ തുടർന്ന് പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകൾ നൽകിയിരിക്കുന്നു. ക്ലാസ് മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.
പാടി വീടാത്ത കടങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ അനുബന്ധമായി ചോറും പാട്ടും എന്ന പേരിൽ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് എന്താണ് ആ കഥ നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ എന്താണ് ആശയം എന്നൊന്ന് വിശകലനം ചെയ്യാം. ഇത് CR ഓമനക്കുട്ടൻ എഴുതിയ CR ഓമനക്കുട്ടൻ്റെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കുക. ചോറും പാട്ടും. വർഷങ്ങൾക്ക് മുമ്പാണ്. മാസത്തിലെ അവസാന ഞായറാഴ്ച. അല്പശമ്പളക്കാരായ ഞങ്ങളാരും വീട്ടിൽ പോയില്ല. ലോഡ്ജിൽ തന്നെ തങ്ങി. മെസ്സിന്റെ കലവറയും ഒഴിഞ്ഞ കീശയായിരുന്നു. രാവിലെ ഉപ്പുമാവും പഴവും, ഉച്ചയ്ക്ക് ചോറും രസവും കൂർക്കത്തോരനും, വൈകിട്ട് ചപ്പാത്തിയും ഉള്ളി സലാഡും എന്ന സിമ്പിൾ മെനു കുക്ക് തങ്കപ്പനെ ഏൽപ്പിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് അയാൾ കടന്നു വന്നത്. വൃദ്ധനെന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ. മുഷിഞ്ഞു ചുളുങ്ങിയ മുണ്ടും ഷർട്ടുമാണ് വേഷം. ഉലഞ്ഞ ചെമ്പൻ മുടിയും മയക്കമാർന്നു ക്ഷീണിച്ച കണ്ണുകളും. ആൾ ആകെ അവശൻ. ഇത്തരം അതിഥികളിൽ സാധാരണയായി കാണുന്ന അതിവിനയമൊന്നും ആ മുഖത്ത് കണ്ടില്ല. നല്ല കനത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു, ചോറ് തന്നാൽ പകരം പാട്ടുപാടാം. അശേഷം യാചനയുടെ ഭാവമുണ്ടായിരുന്നില്ല ആ സ്വരത്തിൽ. ഞങ്ങൾ ഒച്ചയും വിളിയും നിർത്തി വന്നയാളെ നോക്കി. അയാൾ ആവർത്തിച്ചു, ചോറ് തന്നാൽ പാടാം. ഇപ്പോഴാണ് അയാൾ പറഞ്ഞതെന്തെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾക്ക് കൗതുകമായി. കുക്ക് തങ്കപ്പനോട് ചോറ് വിളമ്പാൻ പറഞ്ഞു. അയാളെ ഞങ്ങൾക്കൊപ്പം ഇരുത്തി ഊട്ടി. പാവം ചോറുണ്ടിട്ട് ദിവസങ്ങളായി എന്ന് തോന്നി. രസവും കൂർക്കത്തോരനും മാങ്ങ അച്ചാറും കൂട്ടി അയാൾ മൂക്കുമുട്ടെ ഉണ്ടു. ഇനി നിറവയറിൽ പാടാൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല. തറയിൽ പടിഞ്ഞിരുന്ന് അയാൾ പതുക്കെ പാടിത്തുടങ്ങി. പാഹി തായേ പാർവതി പരമേശ്വരിയെ ലളിതേ. ഞങ്ങൾ വേഗം നിശബ്ദരായിപ്പോയി. ഈ മനുഷ്യനിൽ നിന്നോ ഈ മനോഹരാലാപം? പാട്ട് തീരും വരെ ആരും അനങ്ങിയില്ല. പാടിത്തീർന്നപ്പോൾ ആരോ ആവശ്യപ്പെട്ടു, കീർത്തനമല്ലാതെ സിനിമാ പാട്ടുകളൊന്നുമില്ലേ കയ്യിൽ? അയാൾ മറുപടി പറഞ്ഞില്ല. പാടിത്തുടങ്ങുകയാണുണ്ടായത്. പ്രസിദ്ധങ്ങളായ 4-5 പഴയ പാട്ടുകൾ. വനഗായികേ വാനിൽ വരൂ നായികേ, അകാലേ ആരും കൈവിടും, മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല, ചെന്താമര പൂന്തേൻ കുടിച്ച വണ്ടേ നീ, ചാണകമുരുട്ടണതും ഞങ്ങൾ കണ്ടേ, നീയല്ലാതാരുണ്ടാരുണ്ട് എന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ, ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ല, ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഹരം കൊള്ളിക്കുന്ന സുന്ദരഗാനങ്ങൾ. ആഹ്ലാദം അലതല്ലി തകർത്തു ഞങ്ങളുടെ മുറിയിലാകെ. ഉഗ്രൻ, തകർപ്പൻ, കലക്കൻ, ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, പക്ഷേ ഈ തമാശ പാട്ടുകളെ അറിയോ? അന്നത്തെ ചില ഗംഭീര ഗാനങ്ങൾ പാടാൻ ആ പാട്ടുകാരനോട് ഞങ്ങൾ നിർദ്ദേശിച്ചു. എങ്ങനെ നീ മറക്കും കുയിലേ, ആത്മവിദ്യാലയമേ, താമസം എന്തേ വരുവാൻ. അപ്പോൾ തീരെ നിസ്സംഗനായി ആ ഗായകൻ പ്രഖ്യാപിച്ചു, അബ്ദുൽ ഖാദറിൻ്റെയും പുരുഷോത്തമൻ്റെയും ദാസിൻ്റെയും ഒന്നും പാട്ടുകൾ ഞാൻ പാടില്ല. എന്നിട്ട് അയാൾ പാടിത്തുടങ്ങി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകും, കാക്കച്ചി കൊത്തിപ്പോകും. ഞങ്ങൾക്ക് ആ നാടൻ ശീലുകൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അയാളുടെ തോന്നിയാസം സഹിക്കാഞ്ഞ് ഞങ്ങൾ ഉത്തരവിട്ടു. നിർത്ത്. അയാൾ നിർത്തിയില്ല. പാട്ട് തുടർന്നു. കാച്ചിക്കുറുക്കിയ മോഹത്തിൻ വാല് പൂച്ച കുടിച്ചു പോകും, നട്ടുനനച്ചു വളർത്തിയ പൂച്ചെടി മുട്ടനാടെത്തി തിന്നും. നിർത്താൻ ഞങ്ങൾ വീണ്ടും പറഞ്ഞു. അയാൾ ഒട്ടും കൂസിയില്ല. പാടി മുഴുമിപ്പിച്ചിട്ട് സാവധാനം നിർവികാരനായി കനത്ത സ്വരത്തിൽ അറിയിച്ചു, നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല. ഞങ്ങൾ കോപം കൊണ്ട് കണ്ണും കാതുമറ്റവരായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനെല്ലാം കൂടി അയാൾ സ്വസ്ഥമായി ഒറ്റ വാക്യത്തിൽ ഉത്തരമോതി, ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ, അതിനെ ആത്മാവുണ്ടാവൂ. ഞങ്ങളിൽ ആർക്കോ അല്പം തിരിച്ചറിവുണ്ടായി. എന്നാ പിന്നെ താൻ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ? പ്രശാന്ത സുന്ദര ഭാവത്തിൽ സ്വരലയത്തോടെ അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാൻ മെഹബൂബായതുകൊണ്ട്. CR ഓമനക്കുട്ടൻ്റെ കഥകൾ, CR ഓമനക്കുട്ടൻ. എന്താണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. കുറച്ച് ചെറുപ്പക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരിടം.
ചെറുപ്പക്കാരായ ആൾക്കാരുടെ എല്ലാം കയ്യിൽ മാസാവസാനമാകുമ്പോഴേക്കും കുറച്ച് പൈസ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ജോലിക്കാരാണ്. ശമ്പളമെല്ലാം മാസാവസാനമാകുമ്പോൾ തീരുന്നു. അപ്പോൾ ബാക്കി കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഇനി എങ്ങനെ കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കാം എന്നവർ തീരുമാനിച്ചിട്ടുമുണ്ട്. രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കുമൊക്കെയുള്ള ആഹാര സാധനങ്ങളെല്ലാം വളരെ പരിമിതമായ തരത്തിലേക്ക് ചുരുക്കി ചിലവ് ചുരുക്കി ജീവിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് അവർ. അപ്പോൾ അങ്ങനെ അവർ അവിടെ ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് പ്രാകൃതനായിട്ടുള്ള മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ച് ഒരാൾ വന്നു കയറുന്നത്. അയാൾ അവരോട് പറയുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തരികയാണെങ്കിൽ പകരം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പാട്ട് പാടിത്തരാമെന്ന് പറയുന്നു. അവർക്ക് കൗതുകം തോന്നി. ആ മനുഷ്യനെ വിളിച്ചിരുത്തി ചോറ് കൊടുത്തു. അയാൾ സുഭിക്ഷമായിട്ട് വയറ് നിറച്ച് ഉണ്ടു കഴിഞ്ഞ് നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാട്ട് പാടാൻ തുടങ്ങുന്നു. ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകൾക്ക് പകരം സിനിമാ പാട്ട് പാടാൻ പറഞ്ഞു. സിനിമാ പാട്ടും അദ്ദേഹം പാടി. പക്ഷേ അദ്ദേഹം പാടിയ സിനിമാ പാട്ടുകളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമുള്ളവയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, ഇത് പറ്റില്ല, ഞങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കൂടി പാടണമെന്ന്. എന്നിട്ട് അവർ യേശുദാസ് പാടിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ മുന്നോട്ട് വെച്ചു. അത് കേട്ടിട്ട് ആ ഗായകൻ നിർത്താതെ അയാൾ നേരത്തെ പാടിക്കൊണ്ടിരുന്ന ഗാനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പാടുകയാണ്. ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അന്തേവാസികൾക്ക് ദേഷ്യം തോന്നി. അവരയാളെ വിളിച്ച് മാന്യമായി വീട്ടിലിരുത്തി ആഹാരമൊക്കെ കൊടുത്ത് ഒരു സുഹൃത്തിനെ പോലെ പരിപാലിച്ചപ്പോൾ അയാൾ അഹങ്കാരം കാണിക്കുന്നല്ലോ എന്ന് തോന്നിയിട്ടാണ് അവർക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ അബ്ദുൽ ഖാദറിൻ്റെയും പുരുഷോത്തമൻ്റെയും ദാസിൻ്റെയും ഒന്നും പാട്ടുകൾ പാടില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു സംശയം തോന്നിയിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അങ്ങനെ മറ്റാരുടെയും പാട്ടുകൾ നിങ്ങൾ പാടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ? മെഹബൂബും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. സിനിമകളിലൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്. അയാളുടെ പാട്ട് നിങ്ങൾ പാടുന്നുണ്ടല്ലോ. നിങ്ങൾ മറ്റാരുടെയും പാട്ടുകൾ പാടുന്നില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ പാട്ടുകൾ പാടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എന്താണ്, ഞാൻ മെഹബൂബ് ആയതുകൊണ്ടാണ് ആ പാട്ടുകൾ ഞാൻ പാടുന്നത്. ഞാൻ എൻ്റെ തന്നെ പാട്ടുകളാണ് പാടുന്നത് എന്ന്. നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സിനിമയായിക്കൊള്ളട്ടെ, ഏതൊരു കലാരൂപവും ആയിക്കൊള്ളട്ടെ, അതിന് കാലങ്ങൾ കഴിയുന്തോറും പുതുക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, സങ്കേതങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പുതിയ നടന്മാരും പാട്ടുകാരും സംവിധായകരും അണിയറ പ്രവർത്തകരുമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവിടെ ഏറ്റവും കഴിവ് തെളിയിക്കുന്ന ആൾക്ക് മാത്രമേ നിലനിൽപ്പ് ഉള്ളൂ. അങ്ങനെ കടന്നു വന്ന് നിലനിൽക്കാൻ കഴിയാതെ പോയ ഒരാളാണ് മെഹബൂബ്. അദ്ദേഹത്തിന് കഴിവില്ല എന്നല്ല, പക്ഷേ കാലത്തിനൊത്തുള്ള പുതുക്കലുകൾ വരുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, പുതുതായി കടന്നു വരുന്ന തൻ്റെ എതിരാളികൾക്കൊപ്പം അല്ലെങ്കിൽ സമപ്രായക്കാർക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടാകാതെ വന്നപ്പോൾ പുതിയ പുതിയ ആളുകൾ ജനങ്ങളുടെ ഹരമായി തീരുകയും അവരുടെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ വില അല്ലെങ്കിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തി നഷ്ടപ്പെട്ടു തുടങ്ങി. അത് ക്രമേണ നശിച്ച് അദ്ദേഹം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്, ആഹാരം പോലും കഴിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ കലാകാരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാഭാഗമാണ് ഇതെന്ന് ഓർക്കുക. എല്ലാ കലാകാരന്മാരും നമ്മൾ ആദ്യം പാഠഭാഗത്തിൻ്റെ ആമുഖമായി പഠിച്ചു, ഒരു കലാകാരൻ്റെ വിജയയാത്രയാണ്, ജീവിതത്തിൻ്റെ വിജയയാത്രയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന്. യേശുദാസിൻ്റേതൊരു വിജയയാത്രയായിരുന്നുവെങ്കിൽ മെഹബൂബിൻ്റേത് പരാജയപ്പെട്ട ഒരു യാത്രയായിരുന്നു എന്നുകൂടി ഓർക്കുക. അത്തരമൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ ഒരു കഥാഭാഗം ഇവിടെ നൽകിയിട്ടുള്ളത്. നന്ദി.